നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവേട്ട. ഒരു വളരെ വിവാദമായേക്കാവുന്നൊരു വിഷയമാണ് അങ്ങയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി വാരികയിൽ CPM-ൻ്റെ ആസ്ഥാന വിദ്വാൻ എന്ന് തന്നെ പറയാം സുനിൽ പി ഇളയിടം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. 2 ഗാനങ്ങൾ 2 ദേശഭാവനകൾ. നമുക്കറിയാമല്ലോ സുനിൽ പി ഇളയിടം പേനയുന്തുന്നതും വാതുറക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും ഇന്ന് മലയാളികളാകമാനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അത് വ്യാപകമായിട്ട് അതിനെക്കുറിച്ച് ചർച്ചകളുമൊക്കെ നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം കൈവച്ചിരിക്കുന്നത് ദേശീയ ഗീതമായ വന്ദേമാതരത്തെക്കുറിച്ചാണ്. ഈ വന്ദേമാതരത്തെക്കുറിച്ച് വളരെ ഒരു വൈരുദ്ധ്യമാർന്ന കാഴ്ചപ്പാടും നിലപാടുകളുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഈ ലേഖനം ഒറ്റയിരുപ്പിന് വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തോന്നുന്നത്. എന്താണ് സുനിൽ പി ഇളയിടത്തിൻ്റെ വന്ദേമാതരത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും വ്യാഖ്യാനങ്ങളും, അത് എങ്ങനെയാണ് നമ്മുടെ ദേശീയ ധാരയ്ക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുത്വ ആശയങ്ങളും വിവേകാനന്ദ വീക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ബംഗാളിലും കേരളത്തിലും ഒരുപോലെ പ്രചരിച്ചിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ നമ്മളത് അവസാനം കണ്ടെത്തുന്നത് ബംഗാൾ ആ പഴയ പൈതൃകത്തിലേക്ക് മടങ്ങുന്നു. പക്ഷെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? ബംഗാളിൽ ഇങ്ങനത്തെ ഒരു ലേഖനം വരില്ല. കാരണം വന്ദേമാതരത്തിൻ്റെ പ്രത്യേകത ദേശീയതയെക്കുറിച്ചിട്ടുള്ള സംവാദങ്ങളും സംഘർഷങ്ങളും നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വന്ദേമാതരം വന്നിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ആ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം, അതിനോടനുബന്ധിച്ചാണ് ഈ ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിരിക്കുന്നത്. അതിന് കാരണം 2026 ഫെബ്രുവരി 6-ന് വന്ദേമാതരം ദേശീയ ഗാനത്തിൻ്റെ തത്തുല്യമായ പദവി കൊടുത്തു. നേരത്തെ ജനഗണമന ദേശീയ ഗാനവും വന്ദേമാതരം ദേശീയ ഗീതവുമായിരുന്നു. ഇത് ഇപ്പം രണ്ടിനും ഒരേ തുല്യ പദവി, ഏതാണ്ട് രണ്ടും ദേശീയ ഗാനം എന്നുള്ള പദവി. അപ്പം അതാണ് ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണം. അതിൻ്റെ ഒരു നാൾവഴികൾ, വന്ദേമാതര ഗാനത്തിൻ്റെ നാൾവഴികൾ നോക്കുമ്പോൾ ഈ വന്ദേമാതരത്തെക്കുറിച്ചിട്ട് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരാൾ, ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ചാറ്റർജി, പേര് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല, ദ ഹിസ്റ്ററി ഓഫ് ദ സോങ് ഓഫ് വന്ദേമാതരം, അതിലാണ് കൃത്യമായ ഡേറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 150-ാം വാർഷികം നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതായത് 1881-ലാണ് ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം വരുന്നത്. അതിൽ ആ നോവലി ഗാനം സന്യാസ പ്രക്ഷോഭമാണത്. ഈ സന്യാസ പ്രക്ഷോഭം ശരിക്കും നടക്കുന്നത് നവാബുമാർക്കെതിരെയാണ്. അതായത് മുസ്ലിം ഭരണത്തിനെതിരെയാണ്. 4 പതിറ്റാണ്ടിലേറെ നിലനിന്നിരുന്ന മുസ്ലിം ഭരണത്തിനെതിരെയുള്ള ഹിന്ദു, പ്രത്യേകിച്ചും സന്യാസിമാർക്കെതിരെ. അങ്ങനെയാണ് ഈ വന്ദേമാതര ഗാനം ആനന്ദമഠം നോവലിൽ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇത് രചിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഡേറ്റ് ഒന്നും ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. 1881 കഴിഞ്ഞ് 1886-ലാണ് രാമകൃഷ്ണ പരമഹംസർ സമാധിയാവുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി രാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ സ്വതസിദ്ധമായ നർമ്മത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്തേ ബംഗായി പോയത്? ബംഗെന്ന് പറഞ്ഞാൽ വളഞ്ഞത്, എന്തുകൊണ്ടിങ്ങനെ വളഞ്ഞു? അപ്പോൾ അദ്ദേഹം പറയുന്നു, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പടി മുതുകത്ത് കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് ചിത്രീകരിക്കപ്പെട്ട വന്ദേമാതര ഗാനം
അതായത് കൊൽക്കത്ത എന്ന് പറയുന്നത് കാളിഘട്ടിൻ്റെ നാടാണ്, കാളിയുടെ നാടാണ്. അപ്പം നവാബുമാർക്കെതിരെയുള്ള, അതായത് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനം അതും സന്യാസിമാർ നടത്തി. പിന്നീട് ആനന്ദമഠം നോവൽ ചേർത്തപ്പോൾ അത് പ്രചാരമായി. അങ്ങനെ 1906 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതര ഗാനം പാടുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. കോൺഗ്രസിന്റെ ഒരു വേദിയിൽ ആദ്യമായി രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനിടയ്ക്ക് 1905 ബംഗാൾ വിഭജനം നടക്കുന്നുണ്ട്. ബംഗാൾ വിഭജന കാലഘട്ടത്തിലാണ് വന്ദേ മാതരം അത് ബംഗാൾ മുഴുവനും മുഴങ്ങിയത്. ആ മഹാമന്ത്രം പോലെ അലയടിക്കുകയായിരുന്നു. അത് അരബിന്ദോ ഘോഷ് പറയുന്നത് വന്ദേ മാതരം ഇസ് ദ മന്ത്ര ടു ദ റിയൽ. ബംഗാളിൻ്റെ യഥാർത്ഥ ബംഗാളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മന്ത്രമാണ്, മന്ത്രസദൃശമായ മുദ്രാവാക്യമാണ് വന്ദേ മാതരം. അപ്പോൾ 1876 എഴുതപ്പെട്ടു എന്ന് പറയുന്ന വന്ദേ മാതര ഗാനം 1881 ആനന്ദമഠം നോവലിൽ കൂടെ പ്രചാരമാവുന്നു. 1905 ബംഗാൾ വിഭജിക്കുന്നു. അതായത് ഈസ്റ്റ് ബംഗാളും ആസാമും കൂടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും, വെസ്റ്റ് ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം. അതാ പിൽക്കാലത്ത് ബംഗ്ലാദേശ് വരുന്നത് ഈ വിഭജനത്തിൽ നിന്നാണ്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന സങ്കല്പം പോലും. അതെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പൂർവികർ ഇതിനെതിരെ നീങ്ങണം എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിലാണ് അരബിന്ദോ ഘോഷിൻ്റെ ബംഗാളിലേക്കുള്ള ആഗമനം. പഠിക്കാൻ പോയിട്ട് ലണ്ടനിൽ നിന്ന് തിരിച്ചു വരും. അതുകൂടാതെ പിന്നീട് കുറേ ഗുജറാത്തിലെ പ്രശസ്തമായ സിയാജി റാവു യൂണിവേഴ്സിറ്റിയിലെ കോളേജിലെ പ്രൊഫസറായിരുന്നു, KM മുൻഷിയുടെ ഒക്കെ അധ്യാപകനായിരുന്നു. അങ്ങനെ അരബിന്ദൻ്റെ ആഗമനം 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ്റെ സമാധി. അത് കഴിഞ്ഞ് നിവേദിതയാണ് പറയുന്നത് അരബിന്ദനെ കുറിച്ചിട്ട് ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാല സേനാപതി, ഭാരതാംബയുടെ അനന്യ പൂജാരി, നിവേദിതയാണ് പറയുന്നത്. അപ്പോൾ അരബിന്ദനൊരു മാസിക തുടങ്ങുന്നുണ്ട്, അതിൻ്റെ പേര് വന്ദേ മാതരം. പിന്നെ അനുശീലൻ സമിതി ആദ്യകാലത്തെ വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. പിന്നെ രാഷ് ബിഹാരി ബോസ് INA ഒക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ചില പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ആ മന്ത്രം പിന്നീട് അത് മുദ്രാവാക്യമായിട്ട് തീർന്നു. എങ്ങനെയാണ് മുദ്രാവാക്യം തീർന്നത്? 1905 ലോർഡ് കേഴ്സൺ, അദ്ദേഹത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത് ഇന്ത്യൻ ഔറംഗസീബ്. ഗോഖലെ പോലൊരു തികഞ്ഞ അഹിംസാവാദിയും പരമസാത്വികനുമായ ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ പറയുന്നത്. ലോർഡ് കേഴ്സനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഔറംഗസീബ്. അങ്ങോരാണ് ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിച്ചത്. വലിയ സമരവും സ്വദേശി പ്രസ്ഥാനം വന്നു. അങ്ങനെ ദ്വിജേന്ദ്രലാൽ റേ, മുകുന്ദകുമാർ സെൻ തുടങ്ങിയ ജനം അംഗീകരിക്കുന്ന, പിന്നെ CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അങ്ങനെയുള്ള ടാഗോർ, അങ്ങനെയുള്ള കലാസാംസ്കാരിക മേഖലകളിൽ എല്ലാവരും അത്, കാരണം ഇത് വംഗദേശത്തിൻ്റെ ഐക്യത്തെ ഇല്ലാതാക്കും. അപ്പോൾ ടാഗോർ ആയാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയാലും ഭാരതം എന്നൊരു കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ വംഗഭൂമി, അതിൻ്റെ സുജലയും സുഫലയും സുലളിതയുമായ വംഗഭൂമി ഇന്നും അവർക്ക് അതൊരു ആവേശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്രാഡിൽ ഓഫ് ഇന്ത്യൻ നാഷണലിസം. അത് ഈ ബംഗാൾ വിഭജനം അതിന് ആക്കം കൂട്ടി. അപ്പോൾ വളരെ രസകരമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചോദിച്ചു, നിങ്ങൾ എന്തിന് ഈ വിഭജനത്തിന് ശക്തമായി എതിർക്കുന്നു ലോർഡ് കേഴ്സനോട് ചോദിച്ചപ്പോൾ ലോർഡ് കേഴ്സൺ പറഞ്ഞു, ഈ അടുത്ത് നമ്മുടെ ആൾ തന്നെ ഒരു വിദ്വാൻ ഒരു സംഘടന ഉണ്ടാക്കി, കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ശാന്തമായ മരണം ഞാൻ ആഗ്രഹിക്കുന്നു.
പറഞ്ഞത്. അപ്പം ലോർഡ് കേഴ്സന് പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാലേ വളരെ രസകരമായ ബ്രിട്ടീഷുകാർ ചെയ്തു കൂട്ടിയതിനേക്കാൾ വളരെ അതിഘോരവും ക്രൂരവും പൈശാചികവുമായ കാര്യങ്ങളാണ്. അതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് 1876 വന്ദേമാതരം രചിച്ചു എന്ന് പറയുന്ന കാലം തൊട്ട് 1905 വരെ, ബംഗാൾ വിഭജനം വരെ, ആ വന്ദേമാതരത്തിൻ്റെ അലയൊലികൾ, മാതൃഭൂമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇവരൊക്കെ അരബിന്ദോ ഘോഷായാലും ഗാന്ധിജി ആയാലും യൂറോപ്യൻ പഠനത്തിൻ്റെ ബലമായിട്ട് അവരവിടെ പറയുന്ന ഇംഗ്ലണ്ടും ആഫ്രിക്കയും ഒക്കെ ഫാദർ ലാൻഡ് എന്നാണ്. ഇവിടെ ഇത് പൗരസ്ത്യ ദർശനത്തിൽ ഇതൊരു മദർ ലാൻഡ്. അത് WB Yeats ഒക്കെ പിന്നീട് 1916 ഒരു പോയം എഴുതുന്നുണ്ട്, ഈസ്റ്റേൺ 1960. ആ കവിതയിൽ, ആ ഇംഗ്ലീഷ് കവിതയിൽ ഒരു ഭാഗമുണ്ട്, ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. ഭയാനകമായ സൗന്ദര്യം. എങ്ങനെയാണ് സൗന്ദര്യം ഭയാനകമാവുന്നത്? അപ്പോൾ നിവേദിതയുടെ ജീവചരിത്രം പഠിച്ചാൽ, നിവേദിതയാണ് അരബിന്ദോ ഘോഷിനെ കുറിച്ച് പറയുന്നത്, ഭാരതാംബയുടെ അനന്യനായ പൂജാരി. ആ അരബിന്ദോ പ്രയോഗമാണത്. ആദ്യ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാല സേനാപതി, ഭാരതാംബയുടെ അനന്യ പൂജാരി. അതുകൂടാതെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ സമാധിയാവുന്നു. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. അപ്പം നിവേദിത വളരെ തീവ്രപരമായ രാഷ്ട്രത്തിൻ്റെ മോചനം, അയർലൻഡിൽ നിന്നും വന്ന രീതി, സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായി മാറി അവിടെ നിന്ന് ഭാരതത്തിലേക്ക് വരികയും. അപ്പോഴാണ് ടാഗോർ പിന്നീട് ഗോറ എന്നൊരു നോവൽ എഴുതുന്നുണ്ട്. ആ നോവലിൽ നിവേദിതയും വിവേകാനന്ദനും തമ്മിൽ സംയുക്ത കഥാപാത്രമാണ് ഗോറ. അപ്പം നിവേദിതയെക്കുറിച്ചിട്ട് പിൽക്കാലത്ത് ടാഗോർ എഴുതുന്നുണ്ട്, സ്വാമി വിവേകാനന്ദനാകുന്ന സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ വിടർന്നു വന്ന വെൺതാമരയാണ് നിവേദിത. അപ്പം ഈ കാലഘട്ടം, ഇപ്പോൾ ഈ മാതൃഭൂമിയിൽ നിന്നും വന്ന ഈ ആഴ്ചപ്പതിപ്പിൽ ഇയാളെ തമസ്കരിക്കാൻ നോക്കിയ ഒരു കാലം 1876 തൊട്ട് 1905 വരെയുള്ള കാലത്തെ തമസ്കരിച്ച് 1905 ശേഷം വന്ദേമാതരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ജനഗണമന, ടാഗോറിൻ്റെ ജനഗണമനയ്ക്ക് വന്നു. അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ദേശീയതയും സാർവദേശീയതയും തമ്മിലുള്ള സംഘർഷത്തിൽ ടാഗോർ സാർവദേശീയതയുടെ കൂടെ നിന്നു, വിശ്വപൗരനാവാൻ. എന്നാൽ യഥാർത്ഥത്തിലൊരു വിശ്വപൗര, അല്ലെങ്കിൽ പൗരൻ എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ അവരുടെ ശിക്ഷയായ നിവേദിതയാണ്. നിവേദിത അയർലൻഡിൽ നിന്നും ഭാരതത്തിൽ വന്ന് പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നു നിവേദിതയ്ക്ക് ശേഷം അതിനൊരു അവകാശം പറയേണ്ട ആള് അരവിന്ദ ഘോഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്, രവീന്ദ്രനാഥ ടാഗോറിനേക്കാൾ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വാമി വിവേകാനന്ദൻ്റെ സമാധി കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞപ്പോൾ രാമകൃഷ്ണ മിഷൻ്റെ ഒരു പത്രവാർത്ത പത്രങ്ങളിൽ വന്നു, നിവേദിതയ്ക്ക് ഞങ്ങൾക്കുമായി യാതൊരു ബന്ധവുമില്ല. അവരതൊന്നും ശ്രദ്ധിക്കാൻ നിന്നേയില്ല. അവിടെയാണ് അവിടെ എന്തുകൊണ്ട് നിവേദിത എന്ന് ചോദിക്കും. ആധ്യാത്മിക കരുത്തിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് സിസ്റ്റർ നിവേദിത. പിന്നീട് അദ്ദേഹം അവരുടെ ഒരു പുസ്തകം വരുന്നുണ്ട്, അഗ്രസീവ് ഹിന്ദുയിസം. പക്ഷെ നമ്മുടെ ആൾക്കാർ, മലയാളത്തിലുള്ള ആൾക്കാർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആക്രമണോത്സുകമായ ഹിന്ദുത്വം, അക്രാമിക ഹിന്ദുത്വം. ഇത് നിവേദിത അതിൽ പറയുന്നത് പൊരുതുന്ന ഹിന്ദുധർമ്മം. ആ പൊരുതുന്ന ഹിന്ദുധർമ്മമാണ് ഇപ്പൊ ബംഗാളിൽ കാണുന്നത്. ആ പൊരുതുന്ന ഹിന്ദുധർമ്മത്തിന്റെ ഒരു തിരിച്ചുവരവും അതിന്റെ ഒരു വളർച്ചയുമാണ്, അതിന്റെ തുടക്കമാണ് ബംഗാളിൽ ഇപ്പോൾ നമ്മൾ. 1905 മുതൽ സ്വാതന്ത്ര്യ സമരം വരെ 1900 ഒരു ഘട്ടം, അത് കഴിഞ്ഞിട്ട് പല ഘട്ടങ്ങളും വന്ന് ഇപ്പോൾ 2026 വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ തിരിച്ചു വന്നിരിക്കുന്നത് ഭരണം. അതിനിടയ്ക്ക് 2002 BBC ഒരു അന്വേഷണത്തിൽ
ഭാരതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ വന്ദേ മാതരമാണ്. അപ്പം 2002 മുതൽ 2026 വരെ ബംഗാളിൻ്റെ കാലഘട്ടം അത് വന്ദേ മാതരത്തിൻ്റെ വീണ്ടെടുപ്പ്. ടാഗോർ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് വംഗദേശത്തിൻ്റെ പതനാഭ്യുദയത്തിൻ്റെ പാതയിലെ പ്രഭാതഗീതം വന്ദേ മാതരം. ആരാ പറയുന്നത്? രവീന്ദ്രനാഥ് ടാഗോറാണ് പറയുന്നത്. പിന്നെ ടാഗോർ എഴുതിയ ജനഗണമന എങ്ങനെ ദേശീയ ഗാനവും വന്ദേ മാതരം എങ്ങനെ ദേശീയ ഗീതമായി, ഇത്തരം കാര്യങ്ങളൊന്നും ഈ ലേഖനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നില്ല. എങ്ങനെ ടാഗോറിൻ്റെ വിശ്വമഹാകവിയായ ടാഗോറിൻ്റെ ഗാനത്തെ എങ്ങനെ നമ്മൾ വാഴ്ത്തണം, പുകഴ്ത്തണം, അത്തരൊരു മേന്മ വന്ദേ മാതരത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇനി അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇനി പോകേണ്ടത്. അത് അരബിന്ദോ ഘോഷിനെ പോലെയുള്ള വിശ്വസാഹിത്യത്തിൻ്റെ മറുകര കണ്ടവർ, നിവേദിതയെ പോലെ ലോക രാഷ്ട്രത്തിൻ്റെ എല്ലാ ഗതിവിഗതികളും നിർണ്ണയിച്ച അവർ എന്താണ് വന്ദേ മാതരത്തെക്കുറിച്ച് പറഞ്ഞത്, അത് നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്കത് ഈ സുനിൽ പി ഇളയിടത്തിൻ്റെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വേറെ ചില വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കതിലേക്ക് വരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.